സർ, നമ്മൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. കേരളത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ നേട്ടങ്ങൾ കൂടുതൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കൂട്ടായ പ്രവർത്തനങ്ങൾ വേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാരുകളോട് വ്യത്യസ്ത രീതിയിലുള്ള സമീപനങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നതെന്ന് ആദ്യം ഉന്നയിച്ചത് കേരളമാണ്. ആ ഘട്ടത്തിൽ അത് വേണ്ടത്ര അംഗീകരിക്കപ്പെട്ടിരുന്നോ എന്ന് സംശയമാണ്. 2-3 വർഷം മുമ്പ് നമ്മുടെ അർഹമായ കേന്ദ്രവിഹിതവും ആനുകൂല്യങ്ങളും വെട്ടിക്കുറയ്ക്കുന്നതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങിയ ഘട്ടത്തേക്കാൾ മോശമാകുകയാണ് കേന്ദ്രത്തിൻ്റെ സമീപനം. കൂടുതൽ വെട്ടിക്കുറവുകളാണ് ഓരോ വർഷം കഴിയുമ്പോഴും വരുത്തുന്നത്. ഈ വെട്ടിക്കുറവുകൾ ന്യായീകരിക്കാവുന്നതാണെന്നും വളരെ ചെറിയൊരു തുക മാത്രമേ സംസ്ഥാനത്തിന് കിട്ടാനുള്ളൂ എന്നും പറഞ്ഞ ആളുകൾ നമ്മുടെ ഈ സഭയിൽ തന്നെ ഉണ്ട് സർ. എന്നാൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന രാജ്യത്തെ വിവിധ സംസ്ഥാന സർക്കാരുകൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന രൂക്ഷമായ അവഗണനയെക്കുറിച്ച് ശക്തമായി പറയുവാനും സമരം ചെയ്യുവാനും തയ്യാറാകുന്നു. സഹകരണ ഫെഡറലിസത്തിനും അവകാശ സംരക്ഷണത്തിനുമായി ഇന്ത്യയിൽ ഉയർന്നു വന്ന ശബ്ദത്തിൻ്റെ ആദ്യ തരംഗമാകാൻ കേരളത്തിന് കഴിഞ്ഞു എന്നത് അഭിമാനത്തോടുകൂടി പറയുകയാണ്. സർ, നമുക്ക് നമ്മുടെ നാടിനർഹമായവ നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഒരുമിച്ച് നടത്താൻ കഴിയേണ്ടതുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുള്ള നാടാണിത്. അറിയപ്പെടുന്ന കാലത്തെ ചരിത്രം തന്നെ നോക്കിയാൽ യവന സഞ്ചാരികളും ചൈനീസ് വ്യാപാരികളും അറബ് കച്ചവടക്കാരും പിന്നീട് പാശ്ചാത്യ ശക്തികളും കേരളവുമായി ബന്ധം സ്ഥാപിച്ചിരുന്നു. സാംസ്കാരിക പ്രത്യേകതകളാലും പ്രകൃതി വിഭവങ്ങളാലും കാർഷിക മേഖലയാലും സമ്പന്നമായ നാടായിരുന്നു കേരളം. അതുകൊണ്ടുകൂടിയാണ് ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ ഇവിടേക്ക് വന്നത്. സർ, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടത്തിലും ഉജ്ജ്വലമായ സമരങ്ങൾ നടന്ന നാടാണ് നമ്മുടേത്. അയിത്തത്തിനും അനാചാരങ്ങൾക്കുമെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ഇവിടെ ഉണ്ടായി. നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയും പുരോഗമന തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനത്തിലൂടെ സമൂഹത്തിന് വലിയ മുന്നേറ്റമുണ്ടായി. ഒരു കാലത്ത് സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിമർശിച്ച നമ്മുടെ നാട് ഇന്ന് എല്ലാ മേഖലയിലും നേട്ടങ്ങളുടെ നാടായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സർ, ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. അതിന് സമസ്ത മേഖലകളിലും വിശിഷ്യ സാമ്പത്തിക രംഗത്തും കൂടുതൽ സജീവമായ പ്രവർത്തനങ്ങളും നയരൂപീകരണവും ഉണ്ടാവണം. സർ, അതിരുകളില്ലാതാവുകയും ലോകം തന്നെ ചെറുതാവുകയും ചെയ്യുന്ന കാലമാണിത്. മലയാളികൾ ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുന്നു. ലോകത്തെ പല വികസിത രാജ്യങ്ങളിലും അധിവസിക്കുന്ന മലയാളികൾ കോവിഡ് കാലത്ത് തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്: ഏറ്റവും മികച്ച ചികിത്സയും സേവനവും സംരക്ഷണവും ലഭ്യമാകുന്നത് കേരളത്തിലാണ് എന്നതാണത്. സർ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സവിശേഷമായൊരു സമ്പത്താണ് നമ്മുടെ പ്രവാസി മലയാളികൾ. നാടിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ക്രിയാത്മകമായ സഹായവും സഹകരണവും അവർ നൽകാറുണ്ട്. പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ സഹകരിപ്പിച്ച് വിവിധ മേഖലകളിൽ മൂലധന നിക്ഷേപം നടത്തി വികസന രംഗത്ത് കുതിച്ചുചാട്ടം സാധ്യമാക്കാൻ കഴിയും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയ കാര്യമല്ല. 1957-ലും 1967-ലും മാവൂർ ഗാളിയോർ റയൺസും തോഷിബ ആനന്ദും പോലെയുള്ള പ്രസ്ഥാനങ്ങളും ഇന്നും നമ്മളിൽ പലർക്കും പരിചിതമല്ലാത്ത എണ്ണപ്പന കൃഷിയും ഇവിടെ കൊണ്ടുവന്ന സർക്കാരുകളുടെ നാടുകൂടിയാണ് കേരളം. സർ, ഇത്തരത്തിൽ മലയാളികളുടെ ജീവിതത്തെയും സൗകര്യങ്ങളെയും കൂടുതൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കൊരുമിച്ച് സാധിക്കും. അതിനുള്ള ദിശാസൂചകങ്ങളായ പദ്ധതികളും പ്രഖ്യാപനങ്ങളുമാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വരുന്ന തലമുറകൾക്ക് കൂടി വേണ്ടി ഈ നാടിനെ കൂടുതൽ മികവുറ്റതാക്കാൻ നമുക്കൊരുമിച്ച് മുന്നേറാം. മഹാകവി വള്ളത്തോളിൻ്റെ എക്കാലത്തെയും പ്രസക്തമായ വരികൾ ഒന്നുകൂടി നമുക്ക് ഓർമ്മിക്കാം: ഭാരതമെന്ന് പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. സർ, ഇനി ഞാൻ 2023-24 വർഷത്തെ പുതുക്കിയ എസ്റ്റിമേറ്റുകളുടെ 2024-25 വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റുകളുടെയും സംക്ഷിപ്ത രൂപം അവതരിപ്പിക്കുന്നു. 23-24 പുതുക്കിയ ബജറ്റ് എസ്റ്റിമേറ്റ്: റവന്യൂ വരവ് 1,26,837.06, റവന്യൂ ചെലവ് 1,51,422.37, റവന്യൂ കമ്മി -24,585.31, മൂലധന ചെലവ് -14,348.25, വായ്പകളും മുൻകൂറുകളും തനി 1,527.82, പൊതുക്കടം തനി 31,998, പൊതുക്കണക്ക് തനി 8,400.44, ആകെ കമ്മി 62.94, വർഷാരംഭ രൊക്കബാക്കി 182.69, വർഷാന്ത്യ രൊക്കബാക്കി 119.75. 2024-25 ബജറ്റ് എസ്റ്റിമേറ്റ്. സർ, റവന്യൂ വരവ് 1,38,655.16 കോടി, റവന്യൂ ചെലവ് 1,66,501.21, റവന്യൂ കമ്മി 27,846.05, മൂലധന ചെലവ് 15,596.92, വായ്പകളും മുൻകൂറുകളും 1,086, പൊതുക്കടം 35,988.28, പൊതുകണക്ക് 8,500, ആകെ കമ്മി 40.69.
വർഷാരംഭ രൊക്കബാക്കി 119.75, വർഷാന്ത രൊക്കബാക്കി 79.06. ഇപ്പോൾ പ്രഖ്യാപിച്ച അധിക ചെലവ് 1420, അധിക വിഭവ സമാഹരണം 1067, വർഷാന്ത രൊക്കബാക്കി 273.94. സർ, 2024-25 ബജറ്റ് സഭയുടെ അംഗീകാരത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. 2024-25 സാമ്പത്തിക വർഷത്തെ ആദ്യ 4 മാസത്തേക്കുള്ള 2024 ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള ഓട്ടോൺ അക്കൗണ്ടും സഭയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. Yes, thank you.